ഇപ്പോഴാ ദൈവമേ ശ്വാസം നേരെ വീണത്. എന്തുണ്ടായിടോ പറഞ്ഞോളെ? എന്തു പറയാനാ പപ്പു? ഒരു കൃഷ്ണപ്പരുന്ത് വല്ലാത്തൊരു വരവായിരുന്നു. നമ്മുടെ കുലദൈവമായ ഗരുഡ ഭഗവാനാണ് എഴുന്നള്ളിയത്. എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ എത്തിയതാവും. ഞാൻ ജപിക്കാൻ പോകുകയോടെ പറഞ്ഞോളെ. രാവ് 12 നാഴെ ചെല്ലുമ്പോൾ വിഷന്തിന്റെ ഒരാൾ ഇവിടെ കൊണ്ടുവരും. വിഷമിക്കേണ്ടാന്ന് പറഞ്ഞേക്കും. ഓം സ്വാഹ. ക്ഷിപ ഓം സ്വാഹ. കരിമുറുക്കൻ കടിച്ചതാണ് അമ്മച്ചി. തമ്പിയങ്ങൊന്നില്ലേ? ജപം കഴിഞ്ഞ് അവൻ ഇപ്പൊ വരും. ഭയപ്പെടാണ്ട് നിൽക്കും. എഴുന്നേൽക്കൂ. ഉടപ്പുറന്നോളെ, ഞാൻ കുമാരന് മന്ത്രോപദേശം കൊടുക്കാൻ പോകുകയാണ്. എന്ത്? കുമാരന് മന്ത്രോപദേശം കൊടുക്കുകയോ? കുമാരന്റെ ദുസ്വഭാവമെല്ലാം മാറും ഉടപ്പുറന്നോളെ. പുത്തൂർ തറവാട്ടിന് സുഹൃതക്ഷയം ഉണ്ടാവില്ല. കുമാരൻ എന്നേക്കാൾ വലിയ മാന്ത്രികനായി തീരും. നാളെ ഞാൻ നേരത്തെ വരാം. ആഞ്ഞൊരു പിടിപിടിച്ചിട്ട് പോയാട്ടത് അഭ്യങ്ങന്റെ. മതി വലിച്ചു കയറ്റിയത്. കിടന്നുറങ്ങാൻ നോക്ക്. അല്ലാത്ത ക്ഷീണം. ഉറങ്ങാൻ പോവാ. നാണിക്കുട്ടി. അയ്യോ, അമ്മച്ചി മല്ലിങ്ങൊന്നും ഉറങ്ങിയിട്ടില്ല. കുമാര, കുമാര, കിഴക്കേ കുളത്തിൽ ചെന്ന് 101 മുങ്ങിയിട്ട് നിലവറിലേക്ക് വന്നോളൂ. ഞാൻ നിനക്ക് മന്ത്രോപദേശം തരാൻ പോകുകയാണ്. മോനെ, എന്റെ മോൻ തറവാട്ടിൽ മാന്ത്രികനാകാൻ പോകുകയാ. അമ്മയ്ക്ക് ചിലതൊക്കെ പറയാനുണ്ട്. നിന്റെ സ്വഭാവമെല്ലാം മാറ്റി നല്ലവനും ഭക്തനുമായി ജീവിക്കണം. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കളഞ്ഞു കുളിക്കരുത്. മാന്ത്രികന്റെ സിദ്ധികളുടെ രഹസ്യം ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം ജീവിതകൃതമായിരിക്കണം. കുമാര, കുമാര, നിലവരുടെ കഥ കടച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ. കിണ്ടിയെടുത്ത് ഇടത് കൈ വെള്ളയിലും ഭസ്മമെടുത്ത് വലത് കൈ വെള്ളയിലും വയ്ക്കൂ. ഇതുപോലെ നിൽക്കൂ. ഗരുഡ സേവയ്ക്കുള്ള മൂലമന്ത്രമാണ് ആദ്യം ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. ഗരുഡ പഞ്ചാക്ഷരി ചൊല്ലൂ. ക്ഷിപ ഓം സ്വാഹ. ക്ഷിപ ഓം ക്ഷിപ ഓം സ്വാഹ. ക്ഷിപ ഓം സ്വാഹ. ഓം നമഃ പക്ഷിരാജായ. ഓം നമഃ പക്ഷിരാജായ. സർവവിഷഭൂതരക്ഷ. 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 ഞാൻ മരിച്ച് 41-ാം ദിവസം നീ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അറ തുറക്കണം. പീഠത്തിന് മീതെയുള്ള ഉടവാളെടുത്ത് ഗരുഡദേവനെയും മറ്റു മൂർത്തികളെയും ധ്യാനിക്കണം.
പീഠത്തിൽ നിന്നും താളിയോല ഗ്രന്ഥം കരുതലോടെ എടുക്കണം. ഗ്രന്ഥങ്ങളിൽ രഹസ്യ മന്ത്രങ്ങളുണ്ട്. ഗ്രന്ഥങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവയ്ക്കണം. പിന്നീട് ഒരിക്കലും അറപ്പുര നീ തുറക്കാനേ പാടില്ല. നിന്റെ പിൻഗാമിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. മനസ്സിലായോ? മരണം ആസന്നമായി എപ്പോ തോന്നുവോ അപ്പോൾ തന്നെ പിൻഗാമിയെ കണ്ടുപിടിച്ച് മന്ത്രോപദേശം കൊടുക്കണം. ഈ നിലവറയുടെ സൂക്ഷിപ്പുകാരനാണ് അഞ്ചുതല നാഗം. മാന്ത്രികന് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. സങ്കടപ്പെടാതിരിക്കൂ കൂടെ പിറന്നോളെ. എനിക്ക് അല്പം ഗംഗാജലം തന്നിട്ട് പിതൃക്കളെ ധ്യാനിക്കൂ. കുമാര, അറവാതുക്കൽ പോയി ഗരുഡോദ്യാനം ആരംഭിക്കൂ. शिव ओम शिव ओम शिव ओम स्व शिव ओम स्व. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കൃഷ്ണപ്പുരം തെളിഞ്ഞത് കണ്ടില്ലേ? ചിറക്കൽ കോവിലകത്തെ കാവിലമ്മേ, മങ്കുഅമ്മൂമ്മേ, പിതൃക്കളെ, കുലദേവതയായ ഗരുഡ ഭഗവാനെ, എന്റെ പൊന്നാങ്ങളെ ഏറ്റുകൊള്ളണമേ. എന്റെ പപ്പുവമ്മാവ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ കോളോത്ത് ഭഗവതി, ഈ തമ്പിയങ്ങൊന്നിൽ വന്ന മാറ്റം കണ്ടില്ലേ? എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ആഭാസനായി നടന്ന കുമാരൻ, പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ, സ്വന്തം പെങ്ങളുടെ മകനായ കാരണമല്ലേ പപ്പുവമ്മാവൻ അവന് മന്ത്രോപദേശം കൊടുത്തത്? മാന്ത്രികനാകാനുള്ള എന്ത് യോഗ്യതയാവനുള്ളത്? കുമാരന്റെ സ്വഭാവമെല്ലാം മാറിയില്ലേ ചേഹര? സ്വഭാവം മാറി പോലും. ആരാധനാമൂർത്തികളെ, പിതൃക്കളെ, മനസ്സിൽ ദുർവിചാരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. शिवा ओम स्वाहा शिवा ओम स्वाहा. शिवा ओम स्वाहा.
പോയി കിടന്നുറങ്ങ്. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഗ്രന്ഥങ്ങൾ എടുത്തു വരാം. ആരാധനാമൂർത്തികളെയും കാരണവന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബയക്ഷിയെ ധ്യാനിക്കാൻ മറക്കരുത്. കൊട്ടാരം മറപ്പുരയുടെ സൂക്ഷിപ്പുകാരിയാ കുടുംബയക്ഷി.